ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡൻ കാണിച്ചിടലാണ്. ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഗാർഡൻ കാണിക്കുന്നത്. എന്നാലും ഈ ഒരു വീഡിയോയിൽ അതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കാണിച്ചിടാമെന്ന് കരുതി. ചെടികളൊക്കെ ഒന്ന് സെറ്റിങ് ചെയ്ത് വെക്കണം, ആദ്യമേ പറയാം. അത് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇപ്പം ചെടികളൊക്കെ. അതൊക്കെ ഇനി ഒന്നുകൂടി സെറ്റിങ് ചെയ്ത് എടുക്കണം. എന്താ പറയുക, ഇതിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വേനലാവുന്നു. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയാക്കി ഒന്നും കൂടി വേറെ ചട്ടിയിലല്ലേ പൊട്ടാത്ത ചട്ടിയിലായാലും കഴുകി എക്സ്ട്രാ എന്താ പറയുക മണ്ണൊന്ന് വേറെ ഇതിലുള്ള ചട്ടിയിലുള്ള മണ്ണ് മാറ്റി വേറെ മണ്ണിട്ട് അങ്ങനെ ചെടികളെയൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഉള്ള പറ്റിയിരിക്കും. ഇത് ഒരു വലിയ ഇല ഇതിൻ്റെ തണ്ടൊക്കെ എവിടെയാണ് ആവുക ഇതിങ്ങനെ കണ്ടുപിടിച്ചെടുക്കണം. എന്താ പറഞ്ഞാൽ മഴയായപ്പോഴത്തേക്ക് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയാണ്. അതെല്ലാം നിരത്തി അവിടെ വെച്ചപ്പോൾ ഒന്നും തിരിയില്ല എനിക്ക്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഇതാണ് ആൾ. ഇതാ ഇതിലിപ്പോൾ ഒരു പർപ്പിൾ കളർ പൂവ് ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇലയൊക്കെ കാണാൻ. ഉള്ളിലേക്ക് ഒരു കുഞ്ഞു തുളയൊക്കെ ആയിട്ട്. അതൊന്നും ആരും കയ്യൊന്നും ഇടാൻ പോകണ്ട, ചിലപ്പോൾ വല്ല പുഴു ഉണ്ടായാലോ. പിന്നുള്ളത് ഇങ്ങനത്തെ ഇലകളാണ്. ഇതൊക്കെ ഇതിൻ്റെ പെർഫെക്റ്റ് കളറായിട്ട് തന്നെ ഇതിൽ എന്താ പറയുക ക്യാമറ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇത് തുളസി എന്താ എനിക്കറിയില്ല എന്തോ. ഇത് കറ്റാർവായ ഇതിൽ നിന്ന് മുറിക്കുമ്പോൾ അയ്യോ മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള കുറച്ച് പൂക്കൾ അധികമില്ല, ഈ ഇലകളാണ് കൂടുതലായിട്ട് ഉള്ളത്. കണ്ടോ, കാണിച്ചത് എല്ലാം പെട്ടെന്ന് കാണിച്ചത്. ഇവിടേക്കൊന്ന് ഈ സെറ്റത്ത് ഇതൊക്കെ എന്താ പറയുക വാടിപ്പോയതൊക്കെ ആയിട്ടുള്ള ചെടികളാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒറ്റക്കുത്തന്നെ മാത്രമായി കഞ്ഞിക്കൂർക്കൽ ഉണ്ട് ഇവിടെ മാത്രമായി. പിന്നെ ഉള്ളത് ഈ ഒരു സൈഡിലാണ്. ഈ ഒരു സൈഡിൽ ഇതൊരു മഞ്ഞ ചെമ്പരത്തിയാണ്. കണ്ടോ, ഇതിപ്പോൾ എന്താ പറഞ്ഞ വിരിഞ്ഞത് മൂടി എന്താ പറയുക എനിക്കറിയില്ല. ഇതാണ്ടോ ഇവിടെ ഒരു കാട് പോലെ കിടക്കുന്നു. ഇത് തുളസിയാണ്. തുളസീൻ്റെ ഇവിടെ അങ്ങനെ ഇതായിപ്പോയി. ബാക്കിയുള്ള സ്ഥലത്ത് തുളസിയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പൂവുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു വയസ്സ്. പിന്നെ ഇത് ഉണങ്ങിപ്പോയി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടെ എന്താ പറയുക ഭയങ്കര കാട് കൂടി കിടക്കുകയാണ്. ഇത് എന്താണെന്നറിയോ കാട് കൂടി കിടക്കുന്നത്? ഇത് എന്താ ഇഞ്ചി അതാണ് സാധനം. ഇഞ്ചിയോ മഞ്ഞളോ ഇഞ്ചിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ് ദിസ് ഈസ് മൈ ഫാദർ കുഴിച്ചിട്ടുള്ള പേരക്ക. ഈ പേരക്ക ഇപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ മറ്റേ ചാനലിട്ട വീഡിയോ കണ്ടവർക്കറിയാം ഇത് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത് ഇത്ര എത്തിയിട്ടുണ്ട്. ഇലകളൊക്കെ അത്യാവശ്യം എന്നിട്ട് അവിടെ നിന്നും പിന്നെയും ഉണ്ടായി വരുന്നുണ്ട്. പേരക്ക കാണിച്ചു തരാം. പേരക്ക 3 ഉണ്ടായിരുന്നത്. അതിലൊന്നാണിത്. 2 പറിച്ചു കഴിച്ചു. ഇത് ഞാനിപ്പോൾ ഒരു സഞ്ചിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഗൈസ് നല്ല വലുപ്പമുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്തൊരു വലുപ്പമാണ്. നല്ല വലുപ്പമുണ്ട്. ഇത് നല്ലവണ്ണം വലുപ്പം വെച്ചിട്ടാണ് ഇത് പഴുക്കുക കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല വലുതായിട്ട് നല്ല വലുതായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാൻ കഴിയും ഗൈസ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറിക്കാനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല വലുപ്പമുണ്ട്. കണ്ടോ, ഇപ്പോൾ സൂം ചെയ്യേണ്ട കണ്ടോ, നല്ലോണം വലുപ്പമുണ്ട്. ഇത് കുഴിച്ചിട്ടത് ദിസ് ഇസ് മൈ ഫാദറാണ്. എന്താ പറയുക എല്ലാം ഇഷ്ടമാണ് എൻ്റെ ഫാദറിന്. അതുകൊണ്ട് പിന്നെ ഓക്കെ. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? മുളകുകളുണ്ട് കുറേ.
അപ്പം മുളകെല്ലാം വേടി പിടിച്ചിരിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാം മാറ്റി കുഴിച്ചേണ്ട സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം വാടി പിടിച്ചിരിക്കുന്നത്. പക്ഷെ നല്ല എരിവുള്ള മുളകാണ് ഗൈസ്. അയ്യോ. പിന്നെ ഇതാ കർമൂസ മരം. എനിക്ക് കർമൂസ ഇഷ്ടമല്ല ഗൈസ്. കറി വെക്കുന്നത് കുഴപ്പമില്ല, തിന്നല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് തിന്നാറുണ്ട്, അല്ലാതെ ഇഷ്ടമല്ല. പിന്നെ ഇതാ ചെമ്പരത്തി, വെള്ള ചെമ്പരത്തിയാണ്. പിന്നെ ചുവപ്പ് ചെമ്പരത്തി ഉണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട് ചെമ്പരത്തി. കണ്ടോ, കാണിച്ചു തരാം. ആ സൈഡിലൊക്കെ ഉണ്ട് അത്യാവശ്യം ചെമ്പരത്തി മരം. അതാ അവിടെ എത്തി ഗൈസ്. ഇതവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതന്നെ ഉള്ളൂ ഗൈസ്. വേറെ ഇതാ ഈ സ്ഥലത്താണ് ഗൈസ് നിറയെ തുളസി ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഞാൻ അധികം വിശദീകരിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ മതിയില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ മതിയായിരിക്കും. ധാരാളമായി വർത്താനം പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.